ഷോലാപൂരിൽ നിന്നും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാജസ്ഥാൻ റോഡ് ട്രിപ്പിൻ്റെ 2ാം ദിവസമാണ്. 300 കിലോമീറ്റർ അകലെയുള്ള ഔറംഗാബാദാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ കൊച്ചി ആയ പോലെ 3 കൊല്ലം മുമ്പ് ഔറംഗാബാദിൻ്റെ പേര് ഛത്രപതി സാംബാജി നഗർ ആക്കിയിരുന്നു. പക്ഷേ എളുപ്പത്തിന് ഔറംഗാബാദ് എന്ന് വിളിക്കാം. രാവിലെ ഏകദേശം 7 മണിക്ക് ഞങ്ങൾ റൂമിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തിരുന്നില്ല. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന മിക്ക ഹോട്ടലിലും അത് ബുക്ക് ചെയ്യാറുമില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം മിക്ക സ്ഥലത്തും 8 മണിയായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെക്കൗട്ട് ചെയ്യാൻ നിന്നാൽ ഒരുപാട് വൈകും. രണ്ടാമത്തെ കാരണം ക്വാളിറ്റിയാണ്. ഒരു സിറ്റിയിൽ പോയാൽ അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി കഴിക്കണം. എന്നാലേ നല്ല ഭക്ഷണം കിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇവരുടെ എന്തെങ്കിലും ലോക്കൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ എന്നാണ് ഞാൻ ആദ്യം നോക്കിയത്. പക്ഷേ എത്ര നോക്കിയിട്ടും അതൊന്നും കണ്ടില്ല. ഇവിടെ ഹോട്ടലിലും റോഡ് സൈഡിലും എല്ലാം ബ്രേക്ക്ഫാസ്റ്റായി ഇഡ്ഡലിയും വടയുമാണ് ലഭിക്കുന്നത്. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ വല്ല പോഹയോ വടാപ്പാവോ ഒക്കെ ആയിരിക്കുമെന്നാണ് കരുതിയത്. അവസാനം സിറ്റിയുടെ നടുക്കുള്ള സുധാ ഇഡ്ലി ഗ്രഹ് എന്ന ഹോട്ടലിൽ പോയി. വളരെ ചെറിയൊരു തെരുവിലായിരുന്നു ഇത്. ഒരു വീട് കൺവേർട്ട് ചെയ്ത സെറ്റപ്പ്. ഒരു സമയത്ത് മാക്സിമം 10-15 പേർക്കിരിക്കാം. എല്ലാ സീറ്റിലും ആളുകളും ഉണ്ടായിരുന്നു. പേര് പോലെ തന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും വടയും മാത്രമാണ് ഉണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ക്രിസ്പി വടയും. അത് ഓരോ പ്ലേറ്റ് മേടിച്ച് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചായ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഇവരുടെ തന്നെ പേരിലുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് സുധാ ഇഡ്ലി ഗ്രഹ് പോകാൻ തീരുമാനിച്ചു. അവിടെയും പോയി ഒരു പ്ലേറ്റ് ഇഡ്ലി വടയും ചായയും കേസരിയും കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റ്. ചായ കുടിച്ചപ്പോൾ ഒരു ഉണർവും വന്നു. എല്ലാം കഴിഞ്ഞ് ഷോലാപൂർ വിട്ടപ്പോൾ സമയം 8:30. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഔറംഗാബാദ് വരെയുള്ള ഡ്രൈവ് നല്ലോണം എൻജോയ് ചെയ്തു. ഗൂഗിൾ മാപ്സ് പറഞ്ഞ പോലെ 1:30 ആയപ്പോൾ ഡെസ്റ്റിനേഷൻ എത്തി. ഫേൺ റെസിഡൻസിയിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. നല്ല ഡീസൻറ്റ് റൂമായിരുന്നു. 2 കൊല്ലം മുമ്പ് അജന്ത എല്ലോറ കാണാൻ ഔറംഗാബാദിൽ വന്നപ്പോഴും ഇതേ ഹോട്ടലിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ലഞ്ച് കഴിക്കാൻ ഇറങ്ങി. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ലഞ്ചാണ് കഴിച്ചത്. ത്രിമൂർത്തി അപ്പ നാശ്ത സെൻറ്റർ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. ലഞ്ച് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ക്യൂവിൽ നിന്നാണ് ഓർഡർ ചെയ്തതും ഭക്ഷണം മേടിച്ചത്. ഒരു സമോസ റൈസും ഒരു പാലക് വട റൈസും കഴിച്ചു. സമോസ ക്രഷ് ചെയ്തതിന് ശേഷം അതിലോട്ട് ചോറും അവരുടെ ഒരു മസാല ഗ്രേവിയും ഒഴിക്കും. വ്യത്യസ്തമായ വിഭവം തന്നെ. നല്ല എരിവുണ്ടായിരുന്നു രണ്ടിനും. അടുത്തതായി ബീബി കാ മക്ബാരയിലോട്ടാണ് പോയത്. ഔറംഗസീബിൻ്റെ മകൻ അസം ഷാ തൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി പണിത ഒരു ശവകുടീരമാണിത്. താജ്മഹലിനോട് ശ്രദ്ധേയമായൊരു സാമ്യമുള്ളതുകൊണ്ട് ഇതിനെ താജ് ഓഫ് ദി ഡക്കാൻ എന്നും വിളിക്കാറുണ്ട്. എല്ലാം കണ്ടിറങ്ങിയപ്പോൾ സമയം 5 മണി. ദൗലതാബാദ് ഫോർട്ടും കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി കാരണം അത് ക്യാൻസൽ ചെയ്തു. റൂമിലോട്ട് തിരിച്ചു പോകുന്ന വഴി ഓൾഡ് സിറ്റിയിലെ അപ്പ ഹൽവായി എന്നൊരു ചെറിയ സ്വീറ്റ് കടയിൽ കയറി. ഈ കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 200 കൊല്ലമായി ഇവിടെ പേട മാത്രമാണ് വിൽക്കുന്നത്. ഒരു സ്ട്രീറ്റ് കോർണറിൽ ചെറിയൊരു 2 നില കെട്ടിടം. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ കട. അവിടെ നിന്ന് കുറച്ച് പേടയും വാങ്ങിച്ചു റൂമിലോട്ട് തിരിച്ചു. വൈകുന്നേരമായപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഡിന്നറിന് പുറത്തു പോയില്ല. റൂം സർവീസ് ഓർഡർ ചെയ്തു. ഔറംഗാബാദിലെ വിശേഷങ്ങൾ ഇതോടെ അവസാനിക്കുന്നു. നാളെ ഇനി ക്ലീനസ്റ്റ് സിറ്റിയായ ഇൻഡോറിലേക്ക്. അതിൻ്റെ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ നിങ്ങളുടെ അഭിപ്രായവും അനുഭവങ്ങളും കമൻറ്റിൽ പങ്കുവയ്ക്കാനോ ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്.